അടുത്ത നമ്മുടെ ചെയിൻ റൂൾ മെത്തേഡിന്റെ അടുത്തൊരു പ്രോബ്ലം ആണ്. ഡിഫറൻഷിയേറ്റ് y ഈസ് ഈക്വൽ ടു റൂട്ട് സൈൻ എക്സ് ബൈ ചെയിൻ റൂൾ മെത്തേഡ്. റൂട്ട് വരുന്ന മെത്തേഡ് ചെയിൻ റൂൾ മെത്തേഡ്. y ഈസ് ഈക്വൽ ടു റൂട്ട് സൈൻ എക്സ്. അപ്പൊ നമ്മൾ അതിനെ y ഈസ് ഈക്വൽ ടു റൂട്ട് സൈൻ എക്സ് ഡിഫറൻഷിയേറ്റ് റൂട്ട് സൈൻ എക്സ് ബൈ ചെയിൻ റൂൾ മെത്തേഡ്. അപ്പൊ y ഈസ് ഈക്വൽ ടു റൂട്ട് സൈൻ എക്സ്. അപ്പൊ y ഈസ് ഈക്വൽ ടു റൂട്ട് യു വേർ u ഈസ് ഈക്വൽ ടു സൈൻ എക്സ്. കാരണം നമുക്ക് റൂട്ട് എക്സ് എന്ന ഇക്വേഷൻ ഉണ്ട്. അപ്പൊ y ഈസ് ഈക്വൽ ടു റൂട്ട് യു വേർ u ഈസ് ഈക്വൽ ടു സൈൻ എക്സ്. അപ്പൊ ഇത് യുവിന്റെ ടേം ആയതുകൊണ്ട് ഡിഫറൻഷിയേറ്റ് വിത്ത് റെസ്പെക്ട് ടു യു. ഇതിനെ യു കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യാം. അപ്പൊ d ബൈ ഡി ഓഫ് y ഈസ് ഈക്വൽ ടു d ബൈ ഡി ഓഫ് റൂട്ട് യു. നേരിട്ട് നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്തു. അപ്പോൾ dy ബൈ ഡി യു എന്ന് പറഞ്ഞാൽ d ബൈ ഡി എക്സ് ഓഫ് റൂട്ട് എക്സ് 1/2 റൂട്ട് എക്സ് ആണ്. d ബൈ ഡി എക്സ് ഓഫ് റൂട്ട് എക്സ് എന്ന് പറഞ്ഞാൽ 1/2 റൂട്ട് എക്സ് ആണ്. d ബൈ ഡി എക്സ് ഓഫ് റൂട്ട് എക്സ് 1/2 റൂട്ട് എക്സ്. അപ്പൊ d ബൈ ഡി ഓഫ് റൂട്ട് യു എന്ന് പറഞ്ഞാൽ 1/2 റൂട്ട് യു. ഓക്കെ. അടുത്ത യു ഇസ് ഈക്വൽ ടു സൈൻ എക്സ്. റൈറ്റ് സൈഡ് സൈൻ എക്സിന്റെ ടേം ആണ്. ഡിഫറൻഷിയേറ്റ് വിത്ത് റെസ്പെക്ട് ടു എക്സ്. അപ്പൊ d ബൈ ഡി എക്സ് ഓഫ് യു ഈസ് ഈക്വൽ ടു d ബൈ ഡി എക്സ് ഓഫ് സൈൻ എക്സ്. രണ്ടിടത്ത് എക്സ് കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യും. അപ്പോൾ ഡി യു ബൈ ഡി എക്സ് ഈസ് ഈക്വൽ ടു എന്താ d ബൈ ഡി എക്സ് ഓഫ് സൈൻ എക്സ്? കോസ് എക്സ്. d ബൈ ഡി എക്സ് ഓഫ് സൈൻ എക്സ് എന്ന് പറഞ്ഞാൽ കോസ് എക്സ്. അപ്പൊ നമുക്ക് dy ബൈ ഡി എക്സ് എന്ന് പറഞ്ഞാൽ dy ബൈ ഡി യു ഇൻറ്റു ഡി യു ബൈ ഡി എക്സ്. dy ബൈ ഡി എക്സ് എന്ന് പറയുമ്പോൾ dy ബൈ ഡി യു ഇൻറ്റു ഡി യു ബൈ ഡി എക്സ്. അപ്പൊ dy ബൈ ഡി യു എന്ന് പറഞ്ഞാൽ 1/2 റൂട്ട് യു ഇൻറ്റു ഡി യു ബൈ ഡി എക്സ് എന്ന് പറഞ്ഞാൽ കോസ് എക്സ്. dy ബൈ ഡി യു 1/2 റൂട്ട് യു ഇൻറ്റു ഡി യു ബൈ ഡി എക്സ് കോസ് എക്സ്. ദാറ്റ് ഈസ് കോസ് എക്സ് ബൈ 2 റൂട്ട് യുവിന്റെ സ്ഥാനത്ത് തിരിച്ചു കൊടുക്കുക. യു സൈൻ എക്സ് ആണ്. യു ഇസ് ഈക്വൽ ടു സൈൻ എക്സ്. അപ്പൊ ആൻസർ ആയി പറയാൻ മനസ്സിലായാലോ. y is equal to root u where u is equal to sin x. ഇവിടെ യുവിന്റെ ടൈം ആയതുകൊണ്ട് യു കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്തു. അപ്പൊ d ബൈ ഡി ഓഫ് റൂട്ട് യു. അപ്പൊ ഇത് d ബൈ ഡി ഓഫ് y എന്ന് പറയുമ്പോൾ 0 അല്ല, കോൺസ്റ്റന്റ് അല്ല. കാരണം y-ക്കകത്ത് കിടക്കുന്ന ടൈം യുവിന്റെ ടൈമാണ്. യു കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ y-ക്കകത്ത് കിടക്കുന്ന ടൈം യുവിന്റെ ടൈമാണ്. അപ്പൊ dy ബൈ ഡി യു എന്ന് എഴുതാവും. അപ്പൊ d ബൈ ഡി എക്സ് ഓഫ് റൂട്ട് എക്സ് 1/2 റൂട്ട് എക്സ് എന്ന് എഴുതാം. ഇനി യു സൈൻ എക്സ് അല്ലേ, അപ്പം ഡിഫറൻഷിയേറ്റ് വിത്ത് റെസ്പെക്ട് ടു എക്സ്. എക്സ് കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യാം. അപ്പൊ d ബൈ ഡി എക്സ് ഓഫ് യു ഇസ് ഈക്വൽ ടു d ബൈ ഡി എക്സ് ഓഫ് സൈൻ എക്സ്. അപ്പം ഡി യു ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു d ബൈ ഡി എക്സ് ഓഫ് സൈൻ എക്സ് എത്ര? കോസ് എക്സ്. അപ്പൊ dy ബൈ ഡി എക്സ്. കാരണം ഇവിടെ യു കൊണ്ട് ചെയ്യുമ്പോൾ എക്സ് കൊണ്ടാണ് വിത്ത് റെസ്പെക്ട് ചെയ്യുന്നത്. യുവിനെ എക്സ് കൊണ്ട് ചെയ്യുമ്പോൾ യു ഒരിക്കലും കോൺസ്റ്റന്റ് അല്ല. യുവിനകത്ത് എക്സിന് ടൈം കിടപ്പുണ്ട്. അപ്പൊ dy ബൈ ഡി എക്സ് dy ബൈ ഡി യു ഇൻറ്റു ഡി യു ബൈ ഡി എക്സ്. വാല്യൂ കൊടുത്തു. കോസ് എക്സ് ബൈ 2 റൂട്ട് യു ആണ്. അപ്പൊ യുവിന്റെ സ്ഥാനത്ത് നമ്മൾ എന്ത് കൊടുത്തു? യു ഇസ് ഈക്വൽ ടു സൈൻ എക്സ്. ഇനി നമ്മള് ഓർ മെത്തേഡ് ഉണ്ട്. ഓർ മെത്തേഡ് എന്ന് പറയുമ്പോൾ ഓർ y ഈസ് ഈക്വൽ ടു റൂട്ട് സൈൻ എക്സ്. നേരിട്ട് അങ്ങ് ഡിഫറൻഷിയേറ്റ് ചെയ്യാം. ഡിഫറൻഷിയേറ്റ് വിത്ത് റെസ്പെക്ട് ടു എക്സ്. എക്സ് കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യും. അപ്പോൾ നമ്മൾ നോക്കാം d ബൈ ഡി എക്സ് ഓഫ് y ഈസ് ഈക്വൽ ടു d ബൈ ഡി എക്സ് ഓഫ് റൂട്ട് സൈൻ എക്സ്. അപ്പം dy ബൈ ഡി എക്സ്. കാരണം y എന്ന് പറഞ്ഞാൽ കോൺസ്റ്റന്റ് അല്ല. y-ക്കകത്ത് കിടക്കുന്ന ടൈം എക്സിന്റെ ടൈം ആണ്. അപ്പം dy ബൈ ഡി എക്സ് എന്താ? d ബൈ ഡി എക്സ് ഓഫ് റൂട്ട് എക്സ്. നോക്കാം d ബൈ ഡി എക്സ് ഓഫ് റൂട്ട് എക്സ് എന്ന ഇക്വേഷൻ ഉണ്ട്. 1/2 റൂട്ട് എക്സ്. അതായത് ഇവിടെ എക്സ് കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ഇവിടെ എക്സിന്റെ ടൈം തന്നെ വരണം. അപ്പൊ നമ്മൾ ഇവിടെ വന്നിരിക്കുന്ന സൈൻ എക്സ്. അപ്പം dy ബൈ ഡി എക്സ് d ബൈ ഡി എക്സ് ഓഫ് റൂട്ട് എക്സ് 1/2 റൂട്ട് എക്സ്. അപ്പൊ 1/2 റൂട്ട് സൈൻ എക്സ് എന്ന് എഴുതാം. d ബൈ ഡി എക്സ് ഓഫ് റൂട്ട് എക്സ് എന്ന് പറഞ്ഞാൽ 1/2 റൂട്ട് എക്സ്. 1/2 നേരിട്ട് റൂട്ട് എക്സ് ഇവിടെ എഴുതണം. അപ്പൊ ഇവിടെ റൂട്ട് സൈൻ എക്സ് ആകുമ്പോൾ 1/2 റൂട്ട് സൈൻ എക്സ് എഴുതാം. പക്ഷേ എക്സ് റൂട്ടിനകത്ത് എക്സേ വരാവും. ആ എക്സിന് പകരം ഇവിടെ വന്നിരിക്കുന്ന സൈൻ എക്സ് ആണ്. ഇൻറ്റു d ബൈ ഡി എക്സ് ഓഫ് സൈൻ എക്സ്. അപ്പൊ റൂട്ട് വരുന്ന എല്ലാം ഇതാണ്. റൂട്ടിനകത്തുള്ള ടൈമിന്റെ ഡെറിവേറ്റീവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ ആൻസർ 1/2 റൂട്ട് സൈൻ എക്സ് ഇൻറ്റു d ബൈ ഡി എക്സ് ഓഫ് സൈൻ എക്സ് എന്ന് പറഞ്ഞാൽ കോസ് എക്സ്. അപ്പൊ ആൻസർ cos x by 2 root sin x. cos x by 2 root sin x. കണ്ടോ cos x by ഒന്നുകൂടെ അറേഞ്ച് ചെയ്ത് എഴുതുവാണെങ്കിൽ cos x by 2 root sin. ഇതാണ് ചെയിൻ റൂൾ. നമ്മൾ എന്തൊക്കെ പഠിച്ചു? x raised to n ഫോം പഠിച്ചു. ചെയിൻ റൂൾ മെത്തേഡ്, അതർവൈസ് log x മെത്തേഡ്,
e raised to x മെത്തേഡ്, ഇത് റൂട്ട് എക്സ് മെത്തേഡ്. പിന്നെ അത് ഒരു പ്രോബ്ലം നമുക്ക് ചെയ്യാം. ഓക്കെ, ഡിഫറൻഷിയേറ്റ് റൂട്ട് എക്സ് ബൈ ചെയിൻ റൂൾ മെത്തേഡ്, റൂട്ട് സീക്ക് എക്സ് ബൈ ചെയിൻ റൂൾ മെത്തേഡ്. അപ്പം y is equal to root sec x. അപ്പം y is equal to root u where u is equal to sec x. അപ്പം റൈറ്റ് സൈഡ് യുവിന്റെ ടേം ആയതുകൊണ്ട് ഡിഫറൻഷിയേറ്റ് വിത്ത് റെസ്പെക്ട് ടു യു. അപ്പൊ d by du of y is equal to d by du of root u. അപ്പോൾ dy by du is equal to d by dx of root x 1 by 2 root x. അപ്പൊ d by du of root u 1 by 2 root u 1 by 2 root u. ഇനി റൈറ്റ് സൈഡിൽ x ന്റെ ടേം ആണ്, ഡിഫറൻഷിയേറ്റ് വിത്ത് റെസ്പെക്ട് ടു x. അപ്പൊ x കൊണ്ട് ചെയ്യുമ്പോൾ d by dx of u is equal to d by dx of sec x. കണ്ടോ, അപ്പൊ x കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്തു. d by dx of u is equal to d by dx of sec x. അപ്പോൾ ആൻസർ du by dx is equal to, കാരണം u കോൺസ്റ്റന്റ് അല്ല, യുവിനകത്ത് x ന്റെ ടേം ആണ്. d by dx of sec x എന്ന് പറയുമ്പോൾ sec x into tan x, sec x into tan x. അപ്പോൾ നമുക്ക് dy by dx എന്ന് പറഞ്ഞാൽ dy by du into du by dx. അപ്പൊ dy by du 1 by 2 root u into du by dx എന്ന് പറയുമ്പോൾ sec x tan x അല്ലെ. പക്ഷെ യുവിന്റെ വാല്യൂ തിരിച്ചു കൊടുക്കണം, u sec x ആണ്. അപ്പോൾ ന്യൂമറേറ്റർ sec x tan x by root sec x, യുവിന്റെ സ്ഥാനത്ത് sec x. ഇപ്പൊ sec x tan x by root sec x എന്ന് പറയും. ഇത് നമ്മൾ ഓർ മെത്തേഡ് ആണ് ചെയ്യുന്നതെങ്കിൽ, ശ്രദ്ധിച്ചോളുക. y is equal to root sec x. നേരിട്ട് അങ്ങ് ഡിഫറൻഷിയേറ്റ് ചെയ്യുക, ഡിഫറൻഷിയേറ്റ് വിത്ത് റെസ്പെക്ട് ടു x, x കൊണ്ട് അങ്ങ് ഡിഫറൻഷിയേറ്റ് ചെയ്യുക. അപ്പോൾ d by dx of y is equal to d by dx of root sec x. അപ്പോൾ dy by dx is equal to d by dx of root x എന്താ 1 by 2 root x. ഇപ്പൊ d by dx of root sec x എന്ന് പറയുമ്പോൾ 1 by 2 root sec x എന്ന് എഴുതാം. കാരണം d by dx of root x 1 by 2 root x ആണ്. d by dx of root x എന്ന് പറഞ്ഞാൽ 1 by 2 root x ആണ്. ഇപ്പൊ d by dx of root sec x എന്ന് പറയുമ്പോൾ 1 by 2 root sec x into d by dx of ആ റൂട്ടിനകത്തുള്ള ടേം sec x. കണ്ട, x എന്നാണ് റൂട്ടിനകത്ത് വരേണ്ടത്, അതിന് പകരം sec x ആണ്. അപ്പൊ 1 by 2 root sec x into d by dx of sec x എന്ന് പറയുമ്പോൾ sec x tan x. ആൻസറായി. ഇവിടെ ഒരു കാര്യങ്ങളുണ്ട്, ഇപ്പൊ ഇവിടെ 2 ഉണ്ട് കേട്ടോ, 2 root sec x. കാരണം dy by du എന്ന് പറയുമ്പോൾ dy by du 1 by 2 root u into du by dx sec x tan x. അപ്പൊ sec x tan x by 2 root u ന്റെ സ്ഥാനത്ത് sec x. അപ്പൊ ഇവിടെ sec x tan x by 2 root sec x. രണ്ട് ആൻസറും കറക്റ്റ് ആണ്. ഓക്കെ, നമുക്ക് ഇതിന്റെ ഓർ മെത്തേഡ് മാത്രം ചെയ്യാം. ഓർണം നോക്കി, ഡിഫറൻഷിയേറ്റ് റൂട്ട് ടാൻ എക്സ് എന്ന് വരിക. അപ്പൊ നോക്കണം, y ഈസ് ഈക്വൽ ടു റൂട്ട് ടാൻ എക്സ്. ചെയിൻ റൂൾ അല്ല, നേരിട്ട് ഇതാണ് ശരിക്കും അറിയേണ്ടത്. അപ്പൊ ഡിഫറൻഷിയേറ്റ് വിത്ത് റെസ്പെക്ട് ടു എക്സ്. അപ്പൊ റൈറ്റ് സൈഡിൽ എക്സിന്റെ ടൈം ആയതുകൊണ്ട് എക്സ് കൊണ്ട് നേരിട്ട് അങ്ങ് ഡിഫറൻഷിയേറ്റ് ചെയ്യാം. d by dx of y is equal to d by dx of root tan x. അപ്പൊ നമ്മൾ നോക്കാം, d by dx of root x എന്ന് പറഞ്ഞാൽ 1 by 2 root x. അപ്പോൾ dy by dx is equal to d by dx of root x 1 by 2 root x. അപ്പൊ d by dx of root tan x എന്ന് പറഞ്ഞാൽ 1 by 2 root tan x എന്ന് എഴുതാം. കണ്ടോ, d by dx of root x എന്ന് പറഞ്ഞാൽ 1 by 2 into ആ root x ഇവിടെ കൊണ്ട് എഴുതുക. അപ്പൊ d by dx of root tan x 1 by 2 root tan x into d by dx of, കണ്ടോ x എന്നുള്ളതിന് പകരം ഇവിടെ വന്നിരിക്കുന്നത് tan x ആണ്. അപ്പൊ into d by dx of tan x എന്ന് വെച്ചാൽ
1/2 റൂട്ട് ടാൻ എക്സ് ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് ടാൻ എക്സ് എന്താ 6 സ്ക്വയർ എക്സ്. അപ്പം 6 സ്ക്വയർ എക്സ് ബൈ 2 റൂട്ട് ടാൻ എക്സ്. അപ്പൊ ശ്രദ്ധിക്കാം, കണ്ടോ, y റൂട്ട് എക്സ് നേരിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്തു. ഡി ബൈ ഡി എക്സ് ഓഫ് റൂട്ട് എക്സ് 1/2 റൂട്ട് എക്സ് എന്നാണ്. അപ്പം ഇവിടെ വിത്ത് റെസ്പെക്ട് ടു എക്സ് കൊണ്ട് ചെയ്യുമ്പോൾ ഇവിടെ എക്സേ വരാവും. ഇപ്പൊ ഡി ബൈ ഡി എക്സ് ഓഫ് റൂട്ട് ടാൻ എക്സ് എന്ന് പറയുമ്പോൾ 1/2 റൂട്ട് ടാൻ എക്സ് ഇൻറ്റു എക്സ് എന്നുള്ളതിന് പേര് ഇവിടെ വന്നിരിക്കുന്നത് ടാൻ എക്സ് ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് ടാൻ എക്സ്. അപ്പം 1/2 റൂട്ട് ടാൻ എക്സ് ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് ടാൻ എക്സ് എന്ന് പറയുമ്പോൾ 6 സ്ക്വയർ എക്സ്. അപ്പൊ 6 സ്ക്വയർ എക്സ് ബൈ 2 റൂട്ട് ടാൻ എക്സ്. 6 സ്ക്വയർ എക്സ് ബൈ 2 റൂട്ട് ടാൻ എക്സ്. വേറെ നമുക്ക് ചെയ്യാം. ഇപ്പൊ ഡിഫറൻഷിയേറ്റ്. ഇപ്പൊ നോക്കാം വേറെ ഡിഫറൻഷിയേറ്റ് റൂട്ട് ലോഗ് എക്സ് എന്ന് പറയാം. റൂട്ട് ഉള്ളതല്ല ഈ മെത്തേഡാണ്. അപ്പൊ നമ്മള് y ഈസ് ഈക്വൽ ടു റൂട്ട് ലോഗ് എക്സ്. അപ്പൊ ഡിഫറൻഷിയേറ്റ് വിത്ത് റെസ്പെക്ട് ടു എക്സ്. അപ്പോൾ ഡി ബൈ ഡി എക്സ് ഓഫ് y ഈസ് ഈക്വൽ ടു ഡി ബൈ ഡി എക്സ് ഓഫ് റൂട്ട് ലോഗ് എക്സ് അല്ലെ. അപ്പം dy ബൈ ഡി എക്സ് ഈസ് ഈക്വൽ ടു ഡി ബൈ ഡി എക്സ് ഓഫ് റൂട്ട് എക്സ് 1/2 റൂട്ട് എക്സ്. ഇപ്പൊ ഡി ബൈ ഡി എക്സ് ഓഫ് റൂട്ട് ലോഗ് എക്സ് എന്ന് പറഞ്ഞാൽ 1/2 റൂട്ട് ലോഗ് എക്സ്. എങ്ങനെ വന്നു നമ്മൾ ശ്രദ്ധിക്കാം. ഡി ബൈ ഡി എക്സ് ഓഫ് റൂട്ട് എക്സ് എന്നാണെങ്കിൽ 1/2 റൂട്ട് എക്സ്. കാരണം ഇവിടെ എക്സ് ആണെങ്കിൽ വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ്, ഇവിടെ എക്സ് തന്നെ വന്നിരിക്കണമെന്ന്. അപ്പൊ 1/2 റൂട്ട് എക്സ്. അപ്പം പക്ഷെ ഇവിടെ നമ്മൾ എക്സ് ആയിട്ട് ലോഗ് എക്സിനെ മൊത്തം എക്സ് ആയിട്ട് അങ്ങ് സങ്കല്പിക്കുക. ഇപ്പൊ ഡി ബൈ ഡി എക്സ് ഓഫ് റൂട്ട് എക്സ് 1/2 റൂട്ട് എക്സ് എഴുതാം. പക്ഷെ ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് എക്സിന് പകരം മാറ്റമുള്ള ഡെറിവേറ്റീവ് ലോഗ് എക്സ്. റൂട്ടിനകത്ത് കിടക്കുന്ന ലോഗ് എക്സ്. അപ്പോൾ 1/2 റൂട്ട് ലോഗ് എക്സ് ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് ലോഗ് എക്സ് എന്ന് പറഞ്ഞാൽ 1/x. അപ്പൊ ആൻസർ ശരിക്കും എഴുതുമ്പോൾ 1/1 ഇൻറ്റു 1 നമ്പർ ആദ്യം 2 റൂട്ട് ലോഗ് എക്സ് ഇൻറ്റു എക്സ് എന്ന് എഴുതാം. അല്ലെ 2x ഇൻറ്റു റൂട്ട് ലോഗ് എക്സ്. 2x ഇൻറ്റു റൂട്ട് ലോഗ് എക്സ്. 1 ഇൻറ്റു 1 ഇതൊന്ന് ഓർഡറിൽ എഴുതുന്നുള്ളേ ഉള്ളൂ. 2x റൂട്ട് ലോഗ് എക്സ് അല്ലെ 2 റൂട്ട് ലോഗ് എക്സ് ഇൻറ്റു എക്സ് എന്ന് എഴുതിയാലും മതി. അപ്പൊ അതും നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. ഡിഫറൻഷിയേറ്റ് ചെയ്യുന്ന റൂട്ടിന്റെ കണ്ടീഷൻ വരുന്ന എല്ലാം നമ്മൾ ശ്രദ്ധിച്ചോണം. ഓക്കെ, അപ്പൊ ഇതിനകത്ത് വേറൊരു പ്രോബ്ലം നമുക്ക് ചെയ്യാം. 2-3 ഓർ മോഡൽ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. അതൊക്കെ പരീക്ഷയ്ക്ക് നമുക്ക് എപ്പോഴും ചോദിക്കുന്ന മെത്തേഡുകളാണ്. ഇതെല്ലാം ചെയ്ത് പഠിക്കുക. ഇപ്പൊ ഡിഫറൻഷിയേറ്റ് റൂട്ട് എ എക്സ് പ്ലസ് ബി, അത് റൂട്ടാണ്. അപ്പൊ y ഈസ് ഈക്വൽ ടു റൂട്ട് എ എക്സ് പ്ലസ് ബി. അപ്പൊ നമ്മൾ ഡിഫറൻഷിയേറ്റ് വിത്ത് റെസ്പെക്ട് ടു എക്സ്. എക്സ് കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യാം. അപ്പം ഡി ബൈ ഡി എക്സ് ഓഫ് y ഈസ് ഈക്വൽ ടു ഡി ബൈ ഡി എക്സ് ഓഫ് റൂട്ട് എ എക്സ് പ്ലസ് ബി. അപ്പോൾ dy ബൈ ഡി എക്സ്, കാരണം വൈക്കകത്ത് y കോൺസ്റ്റന്റ് അല്ല, വൈക്കകത്ത് എക്സിന്റെ ടേമാണ് കിടക്കുന്നത്. അപ്പൊ ഡി ബൈ ഡി എക്സ് ഓഫ് റൂട്ട് എക്സ് എന്താ 1/2 റൂട്ട് എക്സ്. 1/2 റൂട്ട് എ എക്സ് പ്ലസ് ബി ഇൻറ്റു റൂട്ടിനകത്ത് ടേമാണ് എ എക്സ് പ്ലസ് ബിയുടെ മാറ്റമുള്ള ഡെറിവേറ്റീവ് ഡി ബൈ ഡി എക്സ് ഓഫ് എ എക്സ് പ്ലസ് ബി. കാരണം ഡി ബൈ ഡി എക്സ് ഓഫ് റൂട്ട് എക്സ് 1/2 റൂട്ട് എക്സ്. ഇപ്പൊ ഡി ബൈ ഡി എക്സ് ഓഫ് റൂട്ട് എക്സ് പ്ലസ് ബി 1/2 റൂട്ട് എക്സ് പ്ലസ് ബി. പക്ഷേ ആ എക്സ് എന്നുള്ളതിന് പേര് ഇവിടെ വന്നിരിക്കുന്നത് എ എക്സ് പ്ലസ് ബി ആണ്. എ എക്സ് പ്ലസ് ബിയുടെ മാറ്റമുള്ള ഡെറിവേറ്റീവ് മൾട്ടിപ്ലൈ. അപ്പൊ 1/2 റൂട്ട് എ എക്സ് പ്ലസ് ബി ഇൻറ്റു ഇത് ബ്രാക്കറ്റ് ഓപ്പൺ ഇവിടെ വെച്ച് ചെയ്യേണ്ട, നമ്മൾ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് നോക്കി സൈഡിലോട്ട് ഒന്ന് നോക്കി എങ്ങനെയാ വരുന്നത് നോക്കി ശ്രദ്ധിച്ചോളുക. അപ്പൊ ഇത് മാറ്റുകയും ചെയ്യുക. ഡി ബൈ ഡി എക്സ് ഓഫ് റൂട്ട് എ എക്സ് പ്ലസ് ബി ഇവിടോട്ട് നമ്മൾ ചെയ്യാണ്. ഇടയ്ക്ക് പ്ലസോ മൈനസോ ആണെങ്കിൽ ഓരോന്നിനെയും ഡിഫറൻഷിയേറ്റ് ചെയ്യാം. ഡി ബൈ ഡി എക്സ് ഓഫ് എ എക്സ് പ്ലസ് ഡി ബൈ ഡി എക്സ് ഓഫ് ബി. ഞാൻ സ്റ്റെപ്പ് കുറച്ച് ഇവിടെ ഇത് കണ്ടോ, ഡി ബൈ ഡി എക്സ് ഓഫ് ഇവിടെ വെച്ച് ചെയ്യേണ്ട, ചെയ്താൽ തെറ്റും. കാരണം നമ്മളെ ഓർക്കാതെ 0 എന്നൊക്കെ ഉണ്ടെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്തു ഓർക്കാതെ. ഇത് മാറ്റി ചെയ്യണം. അപ്പൊ ഞാൻ എളുപ്പം പറഞ്ഞു ഡി ബൈ ഡി എക്സ് ഓഫ് എ എക്സ് പ്ലസ് ഡി ബൈ ഡി എക്സ് ഓഫ് ബി. അപ്പം എ കോൺസ്റ്റന്റ് ആണ് ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ്. കാരണം നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എക്സ് കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എക്സ് ഒഴിച്ച് എന്ത് ടേം വന്നാലും കോൺസ്റ്റന്റ് ആണ്. ഇവിടെ എക്സ് കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എക്സ് ആണ് ഡിറൈവബിൾ ഫംഗ്ഷൻ. അപ്പൊ എ കോൺസ്റ്റന്റ്. അപ്പൊ എ ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് പ്ലസ് ഡി ബൈ ഡി എക്സ് ഓഫ് ബി 0, ഡെറിവേറ്റീവ് ഓഫ് എനി കോൺസ്റ്റന്റ് 0. അപ്പം എ ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് 1 ദാറ്റ് ഈസ് ഈക്വൽ ടു എ. അപ്പൊ അതിവിടെ കൊണ്ട് കൊടുത്താൽ മതി എ. ഇത്രയും ഭാഗത്തിന് പകരം ആ ആൻസർ അവിടെ കൊണ്ട് കൊടുത്തു എ. നോക്കാം ഡി ബൈ ഡി എക്സ് ഇടയ്ക്ക് പ്ലസോ മൈനസോ ആണ്, ഓരോന്നിനും ഡിഫറൻഷിയേറ്റ് ചെയ്യാം. നമ്മൾ പ്ലസ് 1 പഠിച്ചാൽ ഡി ബൈ ഡി എക്സ് ഓഫ് എ എക്സ് പ്ലസ് ഡി ബൈ ഡി എക്സ് ഓഫ് ബി.
അതിൽ എ കോമൺ ആയിട്ട് എടുത്തു, എ ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ്. കാരണം എക്സ് കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ, ഡിഫറൻഷിയേറ്റ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണെങ്കിൽ എക്സ് ഒഴിച്ച് എന്ത് ടേം വന്നാലും കോൺസ്റ്റന്റ് ആണ്. എ ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് പ്ലസ് ഡി ബൈ ഡി എക്സ് ഓഫ് ഡി എന്ന് പറഞ്ഞാൽ സീറോ, ഡെറിവേറ്റീവ് ഓഫ് എനി കോൺസ്റ്റന്റ് സീറോ. അപ്പം എ ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എ ഇൻറ്റു വൺ, എ ഇൻറ്റു വൺ എന്ന് പറഞ്ഞാൽ എ. ആ എ ഇവിടെ കൊടുത്തു. അപ്പൊ ആൻസർ എ ബൈ 2 റൂട്ട് എ എക്സ് പ്ലസ് ബി. എ ബൈ 2 റൂട്ട് എ എക്സ് പ്ലസ് ബി. റൂട്ട് എക്സ് മെത്തേഡ് എല്ലാം പഠിച്ചല്ലോ. ഓക്കെ.